ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു 5 ലക്ഷം വരെ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോൺ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 to 30% ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് പുതിയ ആപ്ലിക്കേഷൻ ഒന്നല്ല, 2015 തൊട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. 2 ടൈപ്പുള്ള ലോണുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പേലേറ്റർ പോലത്തെ ഒരു ലോണും, പിന്നെ നമുക്ക് 1 ഇയർ വരെ ടെന്യൂർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ലോണാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവരൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട്, അതായത് ഒരു 2000 നമ്മുടെ ലോൺ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോസസ്സിംഗ് ഫീ ഒരു 60 വരും. അതൊരു ഇൻട്രസ്റ്റ് ഒരു 18% നമ്മളതൊരു 2241 അടയ്ക്കേണ്ടത്. അങ്ങനെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സാലറി ബേസുള്ള ലോണൊക്കെ നോക്കി നടക്കുന്നവരാണ്, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറി ബേസുള്ള ലോൺ NBFC അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ EMI കാർഡുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേലേറ്ററിലൊക്കെ ലിമിറ്റും കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് സ്ലൈസ് എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ അവർ കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് ഒന്ന് വെരിഫൈ ചെയ്യേണ്ട സെക്ഷനാണ്. ഒരു OTP വൈസ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇമെയിൽ അടിച്ചു കൊടുക്കേണ്ട സെക്ഷനാണ്. അപ്പോൾ ഇമെയിലൊക്കെ അടിച്ചു കൊടുക്കുക. ഇമെയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം അവർ നമ്മുടെ അടുത്തൊരു 4 ഡിജിറ്റ് പിൻകോഡ് ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ അതേതെങ്കിലും ഒരു 4 ഡിജിറ്റ് പിൻകോഡ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കാണിക്കുക. അതായത് ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ്. ഇത് ലോണിന് മാത്രം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല, ജസ്റ്റ് UPI പേയ്മെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് മൂന്നാമത്തെ സെക്ഷനാണ് എടുക്കേണ്ടത്. മൂന്നാമത്തെ സെക്ഷനാണ് നമ്മുടെ സ്ലൈസ് ബോറോ എന്ന് പറയുന്ന സെക്ഷൻ. ഈ പേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് 5 ലക്ഷം വരെയാണ് ലോൺ കിട്ടുക, 5 വർഷം വരെയുള്ള ടെന്യൂർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി ആക്ടിവേറ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവരിങ്ങനെ 3 സെക്ഷൻ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ സാലറിഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെൽഫ് എംപ്ലോയിഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിനുശേഷം താഴെ കാണുന്ന കോളത്തിൽ ടിക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് വേറെ സ്റ്റെപ്പ് കൂടി ഉണ്ട്. പാൻ കാർഡിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അതിനവിടെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പാൻ കാർഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഈ സ്റ്റെപ്പ് വരിക. അതിൽ നമ്മുടെ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ കാണിക്കും. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ട്രാൻസാക്ഷൻ നോക്കാനാണ്, അത്യാവശ്യം നല്ല ട്രാൻസാക്ഷനൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വൈസ് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അപ്പോൾ അത് കറക്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ചാൽ നമ്മളെന്താ ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് നമ്മുടെ വർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ബിസിനസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏതാച്ചും നിങ്ങൾ ഏത് ഫീൽഡിലാണെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ അടിക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനാണ് അവർ പറയുന്നത്, ഏത് ലൊക്കേഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സ്ഥലങ്ങളൊന്നുമില്ല, ബാംഗ്ലൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മന്ത്ലി ഇൻകമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കുറവൊന്നും കൊടുക്കാൻ നിൽക്കണം, എന്തായാലും അത്യാവശ്യം കൂടുതൽ തന്നെ കൊടുത്തോ. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് 40 to 50 ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിന്യൂ അടിക്കുകയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് കൊടുക്കേണ്ട സെക്ഷനാണ് അവർ പറയുന്നത്. അപ്പോൾ ക്യാമറ എടുത്തതിന് ശേഷം നമ്മുടെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ളൂ, അല്ലാണ്ട് വൈറ്റ് അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രോസസ്സിങ്ങിലാണ് പോവുക. അപ്പോൾ ഞാനിവിടെ എലിജിബിൾ അല്ല, കാരണം എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ലോണൊക്കെ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്രൂവൽ ചാൻസ് ഒക്കെ വളരെ കുറവാണ്, കാരണം ഇവർ കൂടുതലും സിറ്റി പോലുള്ള സ്ഥലങ്ങളിലാണ് ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ലോൺ അപ്രൂവൽ ചാൻസ് കുറവാണ്. എന്നാലും സിബിലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിബിൽ എൻക്വയറി കയറണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റമർ കെയറിൻ്റെ മെയിൽ ID കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിന് ശേഷം ബാക്കി പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അധികം സ്റ്റെപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അവിടെ എമൗണ്ട് കാണിക്കും. എമൗണ്ട് എടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഇമാൻഡേറ്റ്, അതായത് ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്യാനുണ്ടായിരിക്കും. പിന്നെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുണ്ടായിരിക്കും. അതിനുശേഷം 24 മണിക്കൂറിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക. അപ്രൂവൽ ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻസിലൊക്കെ നോക്കി എവിടെയും കിട്ടുന്നില്ലെങ്കിൽ മാത്രം ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. കാരണം ഇതിൽ അപ്രൂവൽ വളരെ കുറവാണ്, കാരണം സിറ്റീസ് പോലുള്ള ലൊക്കേഷനിലാണ് കൂടുതലും ഇതിന് അപ്രൂവൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് ത്രൂ ലോൺ എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യുക.